ഹലോ, ഇന്ന് നമുക്ക് ഈ 3D പീക്കോക്ക് ഡിസൈൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ ക്ലോത്ത് ഫ്രെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റേൺ ട്രേസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ പാറ്റേൺ വരച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാറ്റേണിൽ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചോക്ക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. നനവുള്ളത് കൊണ്ട് ട്രേസിങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും മാഞ്ഞു പോയില്ല. ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് കളർ ജെറി ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇതിൽ പീക്കോക്കിന് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുവരെ സ്റ്റിച്ച് ചെയ്താൽ മതി. താഴോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, കാരണം നമ്മളവിടെ മോട്ടീവ്സാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ മോട്ടീവ്സ് ചെയ്യുന്ന വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നോർമൽ ഹാൻഡ് നീഡിൽ കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അത് ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പീക്കോക്കിൻ്റെ ബാക്കി ഔട്ട്ലൈൻ കൂടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. താഴോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ എൻഡിനോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഐ പോർഷനിൽ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കാം. ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആവട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റിച്ച് കൂടെ ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീക്കോക്കിൻ്റെ ചുണ്ടിലും ബോഡി പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഐ പോർഷനിൽ വെച്ച സ്റ്റോണിൻ്റെ ചുറ്റും ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഹെഡ് പോർഷനിൽ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ നോർമൽ എംബ്രോയിഡറി ത്രെഡാണ് എടുത്തേക്കുന്നത്. സിൽക്ക് ത്രെഡാണെങ്കിൽ കുറച്ചുകൂടെ ഷൈനിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഈ ബോഡി പോർഷനും ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പീക്കോക്കിൻ്റെ ചുണ്ടില്ലേ, അവിടെ ഞാൻ റെഡ് കളർ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ പീക്കോക്കിൻ്റെ കാല് വരുന്നില്ലേ, അവിടെ ഞാൻ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കളർ ത്രെഡാണ് എടുക്കുന്നത്.
ഞാൻ നീഡിലിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രഞ്ച് നോട്ട് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ നീഡിൽ താഴെ നിന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക. നൂല് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നീഡിൽ നൂലൊന്ന് ചുറ്റി കൊടുക്കുക. ഞാനിവിടെ 2 തവണ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൂചി കുത്തിയെടുത്ത അതേ സ്ഥലത്ത് തന്നെ കുത്തി താഴോട്ടെടുക്കുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നൂല് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കണം, വിടാൻ പാടില്ല. എന്നിട്ട് നീഡിൽ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയും ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ പീകോക്കിൻ്റെ ഈ ബോഡി പോർഷൻ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ ഇവിടെ 3 strands ആണ് ത്രെഡ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ ഈ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പീകോക്കിൻ്റെ ചുണ്ടിലും ലെഗിലും എല്ലാം സ്റ്റിച്ച് കൊടുത്ത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പോർഷനിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മോട്ടിഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ മോട്ടിഫാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോർമൽ നീഡിലും മെഷീൻ ത്രെഡില്ലേ അത് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാം. ഞാൻ എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ പീകോക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഷൈനിങ് കിട്ടും. പിന്നെ ഷുഗർ ബീഡ്സൊക്കെ ബോഡിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.